എങ്ങനെയുണ്ട് ഇത്തവണ? ഗംഭീരമാകും, ഒരു പ്രയാസം ഉണ്ടാകില്ല, അതിഗംഭീരമാകും. ഗംഭീരം. പുലിക്കളിയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷത്തിമർപ്പിലേക്ക് നമ്മൾ പോകുകയാണ്. 7-9ആയി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത്തവണ ചെറുപ്പക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പക്കാരുടെ എണ്ണത്തിലേക്ക് കടക്കുന്നതാണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം. വനത്തിൻ്റെ സമീപത്ത് പുലി ഇറങ്ങി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നഗരത്തിൽ തന്നെ നേരിട്ട് പുലി വരികയാണ്. സാധാരണ നിങ്ങൾ TV ചാനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നഗരത്തിൽ പുലി വന്നാലൊരു അപകടമാണ്. ഇത് യഥാർത്ഥത്തിൽ പുലിയെ സ്വീകരിക്കാൻ ഒരു നഗരം പൂർണ്ണമായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. വ്യത്യസ്തതകൾ ആരംഭിച്ചു ഓരോന്നിലും. പാട്ടിലേയായി വന്നു, പുലിവാലുമായിട്ടൊരു യാത്ര നടത്തി. പുലിവാല് പിടിക്കരുത് എന്ന ആളുകൾ സാധാരണ പ്രാർത്ഥിക്കുക, ഇത് പുലിവാലും കൊണ്ടൊരു യാത്ര ആളുകൾ ആരംഭിച്ചു. കാണുമ്പോൾ സമയത്ത് നേരത്തെ ഡോക്ടർ അരുൺകുമാർ എന്നെ തന്നെ പറയായിരുന്നു, പ്രധാനപ്പെട്ട പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ഞാനും രാജേന്ദ്രനൊക്കെ നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു വേഷം കെട്ടാവുന്നതാണ്. ഒന്ന് പിടിക്കാവുന്നതാണ്, ചെറുതായിട്ടൊന്ന് പിടിക്കാവുന്നതാണ്. ഈ സ്റ്റെപ്സ് ഒക്കെ പണ്ട് മുതലേ ഹൃദയത്തിൽ അത് പതിച്ചിട്ടുണ്ടാവുമല്ലോ. കോളേജ് സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പരിപാടിയല്ലേ? കോളേജ് സ്കൂൾ കാലം മുതൽ പരിപാടിയാണ്. ഇവരുടെ ഓരോ ഘട്ടത്തിലും ഓരോ പോയിന്റിലും നമുക്കറിയാലോ. ആ കൊട്ടും ആ താളവും അരമണിക്കിലും ഒക്കെ രൗദ്രതാളാണ്. അതായത് ഗംഭീരമായിട്ട് അങ്ങ് പുലിയായിട്ട് അങ്ങ് ഇറങ്ങും. വൈകുന്നേരം നഗരം പൂർണ്ണമായിട്ട് ഞാൻ കണ്ടു. റിപ്പോർട്ടറിൻ്റെ വൻ ടീമാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്ന്. എന്തായാലും ലൈവായി കാണാൻ പറ്റുന്നവരൊക്കെ തൃശ്ശൂരിലേക്ക് പോരട്ടെ. അല്ലാത്തവർ നിങ്ങൾ ഗംഭീരമായിട്ട് തന്നെ ഒരു കുറവും വരാത്ത വിധത്തിൽ. തീർച്ചയായിട്ടും നമ്മളെല്ലാ പുലികളും കൂടി ഉണ്ട്.